നമസ്തേ. സതി ചെമ്പകവല്ലി അമ്മാളിനൊപ്പം മേലാങ്കോട് യക്ഷിയമ്പലത്തിൽ ആരാധിക്കുന്ന മറ്റൊരു ദേവതയാണ് നീലാപ്പിള്ള ഇശക്കിയമ്മൻ. ആരാണ് നീലാപ്പിള്ള ഇശക്കി? ദുർഗയാണോ, ഭദ്രകാളിയാണോ, ഭുവനേശ്വരിയാണോ, പാർവതിയാണോ? പല സംശയങ്ങളും പലർക്കുമുണ്ടാകാം. തൻ്റെ കുടുംബത്തിന് അകപ്പെട്ട അത്യാപത്തിൽ തൻ്റെ അമ്മയ്ക്കും കൂടപ്പറപ്പുകൾക്കും അമ്മാവനും ഏറ്റ ദുര്യോഗത്തിൽ മനം നൊന്ത് രാജനീതിക്കെതിരെ പടവാളുയർത്തി വീരാഹൂതി വരിച്ച ഇല്ലെങ്കിൽ രാജനീതിക്കെതിരെ പടവാളുയർത്തി ആ രണത്തിൽ മരിച്ചു വീണ വീരനായികയായ കൊച്ചുമണിത്തങ്ക അല്ലെങ്കിൽ നീലമ്മപ്പിള്ള തങ്കച്ചിയാണ് മേലാങ്കോട് ക്ഷേത്രത്തിൽ നീലാപ്പിള്ള ഇശക്കിയമ്മയായി ആരാധിക്കപ്പെടുന്നത്. നീലാപ്പിള്ള ഇശക്കിയമ്മയുടെ കഥയ്ക്ക് ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവെന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തോളം പഴക്കമുണ്ട്. കൊല്ലവർഷം 906 ഇതിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. നമ്മളെല്ലാം പല ചരിത്ര ഗ്രന്ഥങ്ങളിലും പഠിച്ചിട്ടുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും തമ്പിമാരും തമ്മിലുള്ള കുടിപ്പകയും മറ്റും. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായ രാമവർമ്മയുടെയും ഭാര്യയായ കൃഷ്ണമത്തങ്കച്ചിയുടെയും മക്കളാണ് രാമൻ തമ്പി, ആദിച്ചൻ തമ്പി, നീലമ്മപ്പിള്ള തങ്കച്ചി. നമ്മൾ ചരിത്രഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ കാണുന്നത് പോലെ തമ്പിമാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള കുടിപ്പകകളുടെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അങ്ങനെ മാർത്താണ്ഡവർമ്മയാൽ തമ്പിമാർ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. രാമൻ തമ്പി എന്ന മൂത്ത മകനും ആദിച്ചൻ തമ്പി എന്ന ഇളയ മകനും, രാമവർമ്മ മഹാരാജാവിൻ്റെ മൂത്ത മകനായ രാമൻ തമ്പിയും ഇളയ മകനായ ആദിച്ചൻ തമ്പിയും കൊല്ലപ്പെടുകയുണ്ടായി. അവരുടെ അമ്മ കൃഷ്ണമത്തങ്കച്ചിയും കൊല്ലപ്പെട്ടു. തൻ്റെ സഹോദരിയും മരുമക്കളും കൊല്ലപ്പെട്ടതറിഞ്ഞ് നാഗർകോവിലിൽ കൊട്ടാരത്തിലെത്തിയ അവരുടെ അമ്മാവനായ കൊച്ചുകുമാരപിള്ളയും തൻ്റെ വാള് വയറ്റിൽ കുത്തിയിറക്കി ആത്മാഹൂതി നടക്കുകയാണ് ചെയ്തത്. തൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അമ്മാവനും ഏർപ്പെട്ട ദുർവിധിയിൽ മനം നൊന്ത് വേമ്പടിക്കോയിക്കൽ കൊട്ടാരത്തിലെത്തിയ ഉമ്മിണിത്തങ്ക. ഇത് കണ്ട രാജാവ്, തങ്കേ, ഇത് നാം നിരപരാധിയാണ്, ഇതെല്ലാം അവർ വരുത്തി വെച്ച് വിനയാണെന്ന് തങ്കയോട് പറയുന്നുണ്ട്. പക്ഷേ ആ കുരുതിക്കളം കണ്ട് തൻ്റെ അമ്മാവൻ്റെയും അമ്മയുടെയും കൂടപ്പുറപ്പുകളുടെയും ചെഞ്ചോര കണ്ട് പ്രതികാര ദുർഗയായി മാറി ഉമ്മിണിത്തങ്ക വാള് വലിച്ചൂരി മാർത്താണ്ഡവർമ്മയോട് പോരിലേർപ്പെടുന്നുണ്ട്. ആ പോരിലേർപ്പെട്ട സമയം, ആ വീരാങ്കന നിന്ന് പൊരുതുന്ന സമയത്ത് തന്നെ ഒരു രാജകിങ്കരൻ പുറകിലൂടെ വന്ന് ഉമ്മിണിത്തങ്കയെ കുത്തി വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പ്രതികാരം ചോദിക്കാൻ ചെന്ന ആ ധീരനായിക അവിടെ മരണപ്പെട്ട് വീഴുകയാണ് ചെയ്തത്. തികച്ചും അപ്രതീക്ഷിതമായ ആ മരണം ഉമ്മിണിത്തങ്കയുടെ ആത്മാവിനെ ഒരു പ്രതികാരദാഹിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഉമ്മിണിത്തങ്കയും സഹോദരങ്ങളും അമ്മാവനും അമ്മയുമെല്ലാം യക്ഷിമാരും മാടന്മാരുമായി തീർന്നു എന്നതാണ് ഐതിഹ്യം. രാജാവിനും നാടിനും പലവിധ ദുർനിമിത്തങ്ങളുണ്ടാകിയാൽ കൊല്ലവർഷം 917 തന്നെ ഉമ്മിണിത്തങ്കയ്ക്ക് മേലാങ്കോട് ഒരു ചിറ്റമ്പലം നിർമ്മിച്ച്, ചിറ്റമ്പലം എന്ന് പറഞ്ഞാൽ തെക്ക് നിർമ്മിച്ച് അവിടെ കുടിയിരുത്തുകയാണ് ചെയ്യപ്പെട്ടത്. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൊല്ലപ്പെട്ടവൾക്ക് വേണ്ടി കൊന്നവനാൽ നിർമ്മിച്ച അമ്പലം എന്ന് നമുക്ക് മേലാങ്കോട് ക്ഷേത്രത്തെ പറയാം. മേലാങ്കോട് ക്ഷേത്രത്തിൽ കുടികൊണ്ട് നീലമ്മപ്പിള്ള ഇശക്കി എന്ന ഭാവത്തിൽ തൻ്റെ മക്കളെ, തൻ്റെ ഭക്തരെ രക്ഷിച്ചുകൊണ്ട് പോരുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഉമ്മിണിത്തങ്ക നാവുപെഴുതെരുന്ന് മരിച്ചവളും 1961 PK സത്യവാൾ നിർമ്മിച്ച് G വിശ്വംഭരൻ സംവിധാനം ചെയ്ത് ജഗതി NK ആചാരി തിരക്കഥ എഴുതിയ പുറത്തു വന്നൊരു ചിത്രമാണ് ഉമ്മിണിത്തങ്ക എന്നുള്ളത്. ഈ ഉമ്മിണിത്തങ്ക എന്ന ചിത്രത്തിൽ ഉമ്മിണിത്തങ്ക നാവുപെഴുതെറിഞ്ഞ് മരിച്ച് ആത്മഹത്യ ചെയ്യുന്നു. തൻ്റെ നാടിനെയും രാജാവിനെയും ശപിച്ചതിൽ മനംതൊന്ത് നാവുപെഴുതെറിഞ്ഞ് മരിച്ചു എന്നാണ് അതിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മിണിത്തങ്ക നാവുപെഴുന്ന് മരിച്ചവളാണോ? ചരിത്രാവശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രാജാവ് തൻ്റെ കുടുംബത്തോട് കാണിച്ച അനീതിക്കെതിരെ പടവെട്ടി
വീരരക്തസാക്ഷിത്വം വഹിച്ച വീരാംഗനയാണ് ഉമ്മിണിത്തങ്ക. എന്നാൽ പിൽക്കാലത്ത് ഈ ഉമ്മിണിത്തങ്കയെ മേലാങ്കോട് ചിറ്റമ്പലം നിർമ്മിച്ച് കുടിയിരുത്തിയത് കൂടാതെ കന്യാകുമാരി ജില്ലയിൽ അമ്മാണ്ടി വിളക്കടുത്ത് ചാത്തൻവിളയിൽ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഉമ്മിണിത്തങ്കയും അമ്മയായ അഭിരാമി യക്ഷിമാരായും രാമൻ തമ്പി, ആദിച്ചൻ തമ്പി, കൊച്ചുകുമാരപിള്ള എന്നിവരെ മാടന്മാരായി സങ്കല്പിച്ച് കുടിയിരുത്തി ആരാധിക്കുന്നുണ്ട്. അവിടെ ഉത്സവകാലത്ത് പാടി വരുന്നൊരു പാട്ടാണ് തമ്പിമാർ കഥ എന്നൊരു വിൽപ്പാട്ട് പാടി വരുന്നുണ്ട്. ഈ തമ്പിമാർ കഥ അല്ലെങ്കിൽ വലിയ തമ്പി കുഞ്ചു തമ്പി കഥ എന്ന് മലയാളത്തിലും തമ്പിമാർ കഥയെന്ന് തമിഴിലും ഈ പാട്ടിലാണ് ഉമ്മിണിത്തങ്ക നാവുപഴുതെറിഞ്ഞ് മരിച്ചവൾ എന്നൊരു കഥ അതിൽ ആരോപിക്കുന്നത്. ഈ കഥയുടെ പശ്ചാത്തലത്തിലാണ് ഉമ്മിണിത്തങ്ക എന്ന ചിത്രത്തിൽ ഉമ്മിണിത്തങ്ക നാവുപഴുതെറിഞ്ഞ് മരിച്ചു ആത്മഹത്യ ചെയ്തു എന്ന് വന്നു തീർന്നത്. യഥാർത്ഥത്തിൽ 18-ാം നൂറ്റാണ്ടോ 19-ാം നൂറ്റാണ്ടിലോ ആണ് ഈ തമ്പിമാർ കഥ എന്നൊരു കാവ്യം രചിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന് യഥാർത്ഥ സംഭവമായിട്ട് വളരെ ചരിത്രപരമായിട്ട് ബന്ധമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തമ്പിമാർ കഥയിൽ പറയുന്നതാണ്, തമ്പിമാർ കഥ എന്ന് പറയുന്ന ആ വിൽപ്പാട്ടിലാണ് ഉമ്മിണിത്തങ്ക നാവെഴുത് പറഞ്ഞ് മരിച്ചവളെന്ന് പറയുന്നത്. പ്രതികാര മൂർത്തിയായി തീർന്ന ആ ഉമ്മിണിത്തങ്ക, വീരരക്തസാക്ഷ്യം വഹിച്ച ആ വീരാംഗന, അന്നത്തെ ജനമനസ്സുകളെ, അന്നത്തെ ഗ്രാമീണ ജനതയിൽ എത്രത്തോളം ആഴത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് തിരുവനന്തപുരത്തും പരിസരങ്ങളിലും കന്യാകുമാരി ജില്ലയിലും വേണ്ട പല ഭാഗത്തും താമസിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ, താമസിക്കുന്ന മലയാളികളുടെയും തെക്കൻ തമിഴ്നാട്ടുകാരുടെയും പല കുടുംബങ്ങളുടെയും കുലദേവതയായി ഇന്നും നീലമപ്പിള്ള തങ്കച്ചി ആരാധിക്കപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, ആ ഒരു വീരനായിക എത്രത്തോളം അന്നുള്ള ഗ്രാമീണ ജനതയുടെ മനസ്സുകളിൽ ഇടം നേടി ഒരു ദേവതാ പദവി കൈവരിച്ചു എന്നാണ്. അതുപോലെ തന്നെ ചെമ്പകവല്ലി അമ്മയുടെ അമ്പലത്തെ ചേച്ചി ക്ഷേത്രമെന്നും നീലമ്മപ്പിള്ളയുടെ അമ്പലത്തെ തങ്കച്ചിക്കോവിലെന്നുമാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? ചരിത്രപരമായി പരിശോധിച്ചാൽ ചെമ്പകവല്ലിയുടെ കഥയ്ക്കും നീലമ്മപ്പിള്ളയുടെ കഥയ്ക്കും ആസ്പദമായ സംഭവത്തിന് ഏകദേശം 120 വർഷത്തോളം വ്യത്യാസമുണ്ട്. ചെമ്പകവല്ലി അമ്മാളുണ്ടെങ്കിലും പേരുകൊണ്ടും പ്രശസ്തി കൊണ്ടും കൂടുതൽ പ്രശസ്തി ആർജിച്ചത് നീലമ്മപ്പിള്ളയ്ക്കാണ്. നീലമ്മപ്പിള്ളയുടെ യഥാർത്ഥ പേര് കൊച്ചുമണി തങ്ക അല്ലെങ്കിൽ നീലമ്മപ്പിള്ള തങ്കച്ചി എന്നുള്ള ആ പേര് മൂലം തമിഴ് ജനതയ്ക്ക് തങ്കച്ചി എന്ന പദത്തിനർത്ഥം അനുജത്തി എന്നാണ്. തങ്കച്ചിക്കോവിൽ അല്ലെങ്കിൽ നീലമ്മപ്പിള്ള തങ്കച്ചിയുടെ കോവിൽ, തങ്കച്ചിക്കോവിൽ എന്ന അർത്ഥത്തിൽ അത് അനുജത്തി എന്നൊരു സങ്കല്പം അവിടെ വരികയും, ഇവിടെ അനുജത്തി സങ്കല്പം വന്നതിനാലും അവിടെ അതേ ക്ഷേത്രത്തിൽ തന്നെ മറ്റൊരു ദേവത ഉണ്ടായിരുന്നാൽ അതിനെ ചേച്ചി ക്ഷേത്രമെന്നും ഇതിനെ അനുജത്തി ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. ഇല്ലാതെ ചരിത്രപരമായി നീലമ്മപ്പിള്ള തങ്കച്ചിയും ചെമ്പകവല്ലി അമ്മാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇവർ രണ്ടുപേരെയും കുടിയിരുത്തിയിരിക്കുന്നത് മേലാങ്കോട്, അതായത് ശിവാലയ ഓട്ടത്തിൽ നമ്മൾ 8ാമതായിട്ട് ചെല്ലുന്ന കാലകാല ക്ഷേത്രത്തിനടുത്താണ്. അവിടുത്തെ മഹാദേവൻ അഘോരമൂർത്തി എന്നാണ് ഭാവത്തിൽ. ഇതുപോലുള്ള ഉഗ്രമായ ദേവതമാരെ തൻ്റെ പരിധിക്കകത്ത്, തൻ്റെ പരിധിയിൽ നിലനിർത്തുന്ന ഒരു സ്വഭാവമായതിനാൽ ഈ ദേവതമാരെ കൊണ്ട് മറ്റു ശല്യങ്ങളോ മറ്റൊന്നും നാടിനുണ്ടാവാതിരിക്കാനായിട്ട് ശിവൻ്റെ ഒരു സംരക്ഷണയിൽ ഈ ദേവതമാർ വസിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് കാലകാലം കോവിലിന് സമീപത്ത് തന്നെ ഇവരെ കുടിയിരുത്തി ആരാധിച്ചു പോരുന്നത്. സാധാരണ പോലുള്ള ആരാധനകളിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് വൈദിക മാർഗത്തിലുള്ള യക്ഷ്യാരാധന, താന്ത്രശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന യക്ഷിമാർഗത്തിൽ നിന്നോ അല്ലെങ്കിൽ വൈദിക മാർഗത്തിലുള്ള ഒരു ആചരണ പദ്ധതിയല്ല നമ്മുടെ ഈ യക്ഷിയമ്മമാർക്കുള്ളത്. നാഞ്ചിനാട്ടിൽ മഞ്ചണയും മഞ്ഞനീരാട്ടും മഞ്ഞപ്പൊടിയും പൂക്കുലയും വാസനദ്രവ്യങ്ങളുമെല്ലാമായി പൂജിക്കപ്പെടുന്നൊരു സമ്പ്രദായം. തൻ്റെ ഭക്തൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും ഭക്തരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നൊരു മൂർത്തി, അതായത് അന്നത്തെ ജനതയുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു മൂർത്തി സങ്കല്പമാണ് ഈ യക്ഷിയമ്മമാർക്കുള്ളത്. പൂജിക്കുന്ന പൂജകനിലൂടെ അരുളപ്പാടുണ്ടാകുന്ന, അത് പൂജിക്കുന്ന പൂജകനിൽ ആവേശിക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ഈ യക്ഷിമാർക്കും മാടന്മാർക്കുമായി പൊതുവെ കൽപ്പിച്ചു പോരുന്നത്. തികച്ചും വൈദിക രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കൊട എന്ന അർത്ഥത്തിൽ, കൊടുക്കൽ എന്ന അർത്ഥം വരുന്ന കൊട എന്നാണ് ഇവർക്ക് പറയുന്ന ഉത്സവങ്ങളുടെ പേര്. കൊടുക്കൽ എന്നാണ് കൊട എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ കൊട, പടപ്പ്, ഊട്ട് തുടങ്ങിയുള്ള
വിഭവസമൃദ്ധമായ സദ്യ നൽകുന്ന ഊട്ട് തുടങ്ങിയുള്ള തനത് ദേശാചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ദേവതമാർ യാതൊരു കാരണവശാലും അവരുടെ സത്വം മാറ്റാൻ പാടുള്ളതല്ല. തികച്ചും സ്വന്തമായ സത്വമുള്ള ഇത്തരം ദേവതമാരെ വൈദിക പരിവേഷത്തിലൂന്നി ഭുവനേശ്വരിയായോ ദുർഗയായോ ഭദ്രകാളിയായോ പാർവതിയായോ ഒക്കെ മാറ്റുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാരമ്പര്യത്തിൻ്റെ നമ്മുടെ സംസ്കൃതിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ആയതിനാൽ ഈ യക്ഷേമമാരെ ഈ മൂർത്തികളെ അവരുടേതായ തനത് ആചാരത്തിൽ നിലനിർത്തുകയാണ് നമ്മുടെ സംസ്കൃതിക്ക് ഏറ്റവും അത്യാവശ്യം.